നമ്മൾക്ക് ഈ ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ ശരിക്കും അവരെ വാച്ച് ചെയ്തുകൊണ്ടാണ് അവരെ ആ സ്വഭാവത്തിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ആ സ്വഭാവത്തിൽ ഇപ്പോൾ ഇവർക്ക് നമ്മളോടുള്ള മുന്നത്തെ അപേക്ഷിച്ച് നമ്മളോട് ഉള്ള പെരുമാറ്റത്തിൽ നമ്മളോട് ഇരിക്കാനുള്ള ഇഷ്ടമില്ലാതാവുക. ഇവർ ക്രൗഡിൽ നിന്ന് അകന്നു പോവുക, ഒറ്റയ്ക്ക് റൂം അടച്ചിരിക്കുക, പഠിത്തത്തിലുള്ള വിമുക്തത കാണിക്കുക. ഇതൊക്കെയാണ് ശരിക്കും ആദ്യത്തെ ലക്ഷണങ്ങൾ. പിന്നെ ഉറക്കമില്ലാതാവുക. നമ്മളെ കുട്ടികളെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള എന്താണ് എൻ്റെ ഈ മകൾക്ക് അല്ലെങ്കിൽ മകൻക്ക് ഈ ഇടായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നുള്ള ക്ലോസ് ഒബ്സർവേഷനിലേക്ക് മാത്രമേ നമുക്ക് രക്ഷിതാക്കൾക്ക് ഇത് പിടികിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും ഇവരെ മുന്നിൽ. ഓരോ പാരൻസിൻ്റെയും ഉത്തരവാദിത്തമാണ് ഓരോ കുട്ടികളെയും ഈ ഡ്രഗ്സിൽ നിന്ന് വിമോചിതരാക്കുക എന്നുള്ളത്.